ഞാനൊരിക്കലും ആത്മഹത്യയെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ ലോൺ എടുക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ല. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് മംഗലാപുരത്തെ ഒരു മദ്രസയിലെ അധ്യാപകൻ അഷ്റഫ് ഉസ്താദ് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. പല ആളുകളും പറയുന്നത് കേൾക്കാനിടയായി ആ ഉസ്താദ് ചെയ്തത് തെറ്റായിപ്പോയെന്ന്. അതെ, 100% ആ ഉസ്താദ് ചെയ്തത് ഒരു വലിയ തെറ്റായിപ്പോയി. ഞാൻ ആ ഉസ്താദ് ചെയ്തതിന് തെറ്റോ ശരിയോ ന്യായീകരിക്കുകയല്ല. ആ ഉസ്താദ് അത് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം, അത് മാത്രം പറയുവാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ കുരുന്നുകൾക്ക് വിദ്യാഭ്യാസം പറഞ്ഞു കൊടുക്കുന്ന, ഞങ്ങളുടെ കുരുന്നുകൾക്ക് അക്ഷരം അഭ്യസിച്ചു കൊടുക്കുന്ന, ഞങ്ങളുടെ കുരുന്നുകൾക്ക് ഖുർആൻ പറഞ്ഞു കൊടുക്കുന്ന, ഫിഖ്ഹിൻ്റെ വിധിവിലക്കുകളെ പറഞ്ഞു കൊടുക്കുന്ന, നമുക്ക് നേതൃത്വം നൽകുന്ന, നമ്മളോടൊപ്പം ഏതൊരു കാര്യത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ, അവരുടെ ശമ്പളത്തെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. വളരെ ദയനീയമായ അവസ്ഥയാണ് അവരുടെ ശമ്പളം. പല മഹല്ലുകളിലും പല ഉസ്താദുമാർക്കും നൽകുന്ന ശമ്പളം 9,000-വും 10,000-വും ഒക്കെയാണ്. നമുക്കറിയാം, ഈ തുച്ഛമായ ശമ്പളം കൊണ്ട് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെയേറെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. അവരുടെ മക്കളെ പഠിപ്പിക്കുവാനോ അല്ലെങ്കിൽ അവർക്കൊരു ഹോസ്പിറ്റൽ ചിലവ് വന്നാൽ ആ ഹോസ്പിറ്റൽ ചിലവിനോ അല്ലെങ്കിൽ അവരുടെ വീടുകളിലേക്കുള്ള മറ്റ് ആവശ്യങ്ങൾക്കോ ഒന്നും ഈ പൈസ തികയാതെ വരികയാണ്. പ്രിയമുള്ളവരെ, പല ആളുകളും പറയുന്നത് നമുക്ക് കേൾക്കാം, ഉസ്താദുമാരുടെ ശമ്പളം ബറക്കത്തുള്ളതല്ലേ. ഈ പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ ബറക്കത്ത് എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവർക്ക് അവരുടെ മക്കളെ പഠിപ്പിച്ച് ഒരു ഉന്നത നിലവാരത്തിലെത്തണമെന്ന് അവരാഗ്രഹിക്കുന്നവരാണ്. അതിന് ഈ കിട്ടുന്ന ശമ്പളം പോരാ. പോകട്ടെ, എല്ലാം ഈ ശമ്പളത്തിൽ ഒതുക്കാമെന്ന് വെച്ചാലും ഒരു ഹോസ്പിറ്റൽ ചിലവ് പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു സമയത്ത് കടന്നു വന്നാൽ ഇപ്പോഴത്തെ ഹോസ്പിറ്റലിലെ ഭീമമായ ചിലവുകൾ നമുക്കറിയാം. അവരുടെ കയ്യിൽ അത് ഒതുങ്ങുകയില്ല. എന്നിട്ടും ഈ തുച്ഛമായ ശമ്പളത്തിന് ഈ ഉസ്താദുമാര് നമുക്ക് വേണ്ടി ജോലി ചെയ്യുകയാണ്. നാം ഒന്ന് മാറി ചിന്തിക്കേണ്ടതില്ലേ? അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പോലും ശമ്പളത്തിന് വർധനമുണ്ട്. പോകട്ടെ, നമ്മുടെ നാട്ടിലുള്ള ഉദ്യോഗസ്ഥർ രാവിലെ മുതൽ വൈകുന്നേരം മാത്രം ജോലിയെടുക്കുന്നവർ, അവർക്ക് പോലും ഉയർന്ന ശമ്പളങ്ങളാണ് കിട്ടുന്നത്. അപ്പോഴാണ് സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ നമ്മുടെ മഹല്ലുകളിൽ വന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം പറഞ്ഞു കൊടുത്ത് നമുക്ക് നേരായ പാത കാണിച്ചു തരുന്ന നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ, അവർക്ക് ശമ്പളത്തിൽ വർധനവില്ലാത്തൊരവസ്ഥ. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളൊന്ന് മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. ഇനി ഒരു ഉസ്താദിനും ഈ ഒരവസ്ഥ വരാതിരിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ്.